ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണാസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ സ്ഥലമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവിലുള്ള വിദ്യാലോകം റെസ്റ്റോറൻറ്റ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 50 വർഷം പുറകോട്ട് പോയതുപോലെ തന്നെ തോന്നും. ഇതുണ്ടല്ലേ റെസ്റ്റോറൻറ്റ് മുൻഭാഗമാണ് കേട്ടത്. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. നമ്മളെ വരവേൽക്കുന്ന ഇതുണ്ടല്ലേ കടത്തനാട്ട് മാക്കം എന്ന പഴയ സിനിമയുടെ ഒരു പോസ്റ്ററാണ്. ഇതുണ്ടല്ലേ റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രി. നമ്മൾ ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഇതുണ്ടല്ലേ മൂടൽമഞ്ഞ് നമ്മളെ വന്ന് മൂടുവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളിത് ഊട്ടിയിലോ കൊടൈക്കനാലോ എവിടെയോ എത്തിപ്പോയോ എന്ന് തോന്നിപ്പോവും. ഇത് കണ്ടില്ലേ എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ മിസ്റ്റ് ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു തണുപ്പിൻ്റെ പ്രതീതിയും അതുപോലെ ഒരു കോടമഞ്ഞിൻ്റെ പ്രതീതിയൊക്കെ ലഭിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വേറെ ഏതോ ഒരു ലോകത്തെത്തിയ പോലെ തോന്നിപ്പോവും. അപ്പോൾ അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാളിങ്ങനെ ഫുള്ള് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു. 1970കളിലെ തീമിലാണ് ഈ റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുള്ളത്. 1970കളിൽ ഉണ്ടായിരുന്ന പെരുമ്പിലാവ് ഗ്രാമത്തിന് ഏകദേശം അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ. ഇതുണ്ടല്ലേ ഭഗവതി വിലാസം ടീ ഷോപ്പാണ് ഈ കാണുന്നത്. ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഒരുപാട് സിനിമകളുടെ പോസ്റ്ററും പഴയ ചായക്കടകളുടെ അതേ തനിമയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള നല്ല രസമുള്ളൊരു ടീ ഷോപ്പ്. ആ ഒരു കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്നവർക്ക് ഇവിടെ വരുമ്പോൾ ശരിക്കും അവരുടെ ആ ഒരു കാലത്തേക്ക് തിരിച്ചു പോയൊരു പ്രതീതി എന്തായാലും ലഭിക്കും. പിന്നെ ഇതാ ഓരോ ഇതുപോലത്തെ ടീ ഷോപ്പുകളുടെ എല്ലാം പുറത്ത് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പേസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനുണ്ടിൽ അരകല്ല്, അതുപോലെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് പാത്രങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ ഒരു മ്യൂസിയത്തിൽ എന്ന പോലെ തന്നെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് പച്ചപ്പാണ് അവിടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നി ആർട്ടിഫിഷ്യൽ മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും വേറെ ഏതോ ലോകത്തെത്തിയ പോലെ തന്നെ തോന്നിപ്പോവും. നല്ല രസമുള്ള കാഴ്ചകളാണ്. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ പെരുമ്പിലാവ് ടൗണിലാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. വിദ്യാലോകം റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. പെരുമ്പിലാവിലുള്ള അൻസാർ ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഹൈവേന് സൈഡിലല്ല, ഹൈവേന്ന് ഒരു 50 മീറ്റർ ഉള്ളിലേക്കായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുറത്തൊരു ചെറിയ ബോർഡ് ഉണ്ട് ഇപ്പം, പക്ഷെ അത് അത്ര പെട്ടെന്ന് എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് പെടില്ല കേട്ടോ. ഇത് കണ്ടില്ലേ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പഴയ കാലത്തെ പോലെ ഇതാണ്ടില്ലേ മച്ച് പോലത്തെ കവാടങ്ങളൊക്കെ അവിടെ കുമ്പളങ്ങയും അതുപോലെ നെല്ലും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ചിരാതുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും വേറൊരു ആംബിയൻസ് ആണ് ഇവിടെ വരുമ്പം. പകലില്ല കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത്. വൈകിട്ട് 5 മണി മുതൽ രാത്രി 11:30 വരെയാണ് റെസ്റ്റോറൻറ്റ് ടൈം. ഇത് കണ്ടില്ലേ പണ്ട് കാലത്ത് തന്നെ പലചരക്ക് കടയുടെ മോഡലിലും പെരുമ്പിലാവിലെ പണ്ട് കാലത്ത് തന്നെ EVK ഔഷധശാല അങ്ങനെ 1970 കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന പെരുമ്പിലാവ് ഗ്രാമത്തിന് ഏകദേശം അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. പിന്നെ കണ്ടില്ലേ ഒരുപാട് പൂക്കൾ ഉള്ള മരങ്ങളും ഒക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റി കുറേ പോയിന്റുകളുണ്ട്. ശരിക്കും നമുക്ക് ഇവിടെ വരുമ്പോൾ സിനിമയ്ക്ക് സെറ്റ് ഇട്ടതാണോ എന്ന് തോന്നിപ്പോവും. അതേപോലെ അത്ര രസമാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഓരോ ദിവസം ഓരോ മെനു ആണെന്നാണ് പറഞ്ഞത്. പിന്നെ അതുമാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള തനത് ഗ്രാമീണ ഭക്ഷണങ്ങളാണ് ഇവിടുത്തെ മെനുവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റംസ്. നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും അതുപോലെ പാലപ്പവും ഫിഷ് നിർവാണയും പിന്നെ പാൽപ്പത്തിരി, പിന്നെ കുട്ടനാടൻ ഡക്ക് കറി, അർത്തുങ്കൽ താറാവ് റോസ്റ്റ്, പിന്നെ ഫിഷ് പൊള്ളിച്ചത്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അമ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു ഓലമഞ്ഞ സിനിമാ കൊട്ടകേനെ ഏകദേശം അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണിത്. ഇത് കണ്ടില്ലേ പണ്ടത്തെ ടിക്കറ്റ് കൗണ്ടറും ₹1.50, ₹2.50 ടിക്കറ്റുകളും ഒക്കെ ഏതാണ്ടില്ലേ. ഇത് കാണുമ്പോൾ ശരിക്കും നമ്മൾ പണ്ടത്തെ കാലത്തേക്ക് എത്തിപ്പോയോ എന്ന് തോന്നിപ്പോകും. പിന്നെ പഴയ കാലത്ത് ഒരുപാട് സിനിമാ പോസ്റ്ററുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും സിനിമാ പ്രേമികൾക്കൊക്കെ ഇവിടെ വന്നാൽ നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഈ മ്യൂസിയത്തിൽ ഒരു പാർക്കിലൊക്കെ പോയ പോലെ തോന്നുന്നുണ്ട്. കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് ശരിക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. റെസ്റ്റോറൻറ്റിൽ പോയതായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് കണ്ടില്ല ആർട്ടിഫിഷ്യൽ മിസ്റ്റും ഒക്കെ വരുമ്പോൾ ശരിക്കും ഇവിടെ വന്ന് അറിയണത്. ആ മിസ്റ്റ് എന്ന് പറയുമ്പം ജസ്റ്റ് അത് മാത്രമല്ല, അതിനകത്ത് തണുപ്പും ഒക്കെ ഉണ്ട്. ശരിക്കും ഇവിടെ വന്ന് അനുഭവിച്ചറിയണം. അത്രയ്ക്ക് രസമാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഞങ്ങളിപ്പോൾ ഇന്നലെയാണ് കേട്ടോ വന്നത്, അതായത് ജനുവരി 12-ന്. അപ്പോൾ തുടങ്ങിയിട്ട് 10 ദിവസമായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം റെസ്റ്റോറൻറ്റിൻ്റെ ഓണറൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അദ്ദേഹമൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്കേവിന് സെറ്റിട്ട അജയൻ ചാലിശ്ശേരിയാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അധികവും ആർട്ടിനൊക്കെ മേൽനോട്ടം വഹിച്ചത്. അദ്ദേഹവും അതുപോലെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിട്ടുള്ള വിദ്യാമണിയുടെയും കൂടെയുള്ള ഐഡിയ ആണ് ഇതെല്ലാം. ഇത് കണ്ടില്ലേ ഓപ്പൺ കിച്ചണാണ് കേട്ടോ. അപ്പം ഫുഡ് ഉണ്ടാക്കുന്നതും അതൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണുകയൊക്കെ ചെയ്യാം.
നല്ല വൃത്തിയും എല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റാണ് ഫുഡിനൊക്കെ. ഉണ്ടല്ലേ പഴയ കാലത്തെ ഒരു പോസ്റ്റ് ബോക്സും പിന്നെ പഴയ ഭരണികളും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു സിനിമയ്ക്ക്, ഒരു പഴയ കാലത്ത് എടുക്കുന്ന ഒരു സിനിമയ്ക്ക് സെറ്റിട്ട പോലെ തന്നെ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ കാണാൻ. കേട്ടില്ല ദർശന സ്റ്റുഡിയോ, പഴയ കാലത്തെ തയ്യൽ കടയുടെ പരസ്യം, അങ്ങനെ നല്ല രസമുണ്ട്. കുട്ടികൾക്കൊക്കെ ശരിക്കും വ്യത്യസ്തമായ അനുഭൂതിയായിരിക്കും. ഇത് കണ്ടില്ലേ, പിന്നെ ഒരു നല്ല ഹൈറ്റിലുള്ളൊരു വെള്ളച്ചാട്ടം പോലെയാണ്, ഒരു മനുഷ്യൻ്റെ മുഖം പോലെയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നുണ്ടല്ലേ വെള്ളം ഒഴുകി താഴെയുള്ള ചെറിയൊരു കുളത്തിൽ വന്ന് വീഴുവാണ്. ഒരു വീട് പോലെ കൂട്ടാ, ഇവിടെ നോക്കിയേ. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും പഴയകാല സിനിമാ പാട്ടുകൾ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ല രസമുള്ള അനുഭൂതിയാണ്. എന്നാലും ഭക്ഷണ പ്രേമികൾക്കും അതുപോലെ സിനിമാ പ്രേമികൾക്കും ഇങ്ങനത്തെ പഴയകാല ഒരു കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു റെസ്റ്റോറൻ്റാണ്. പകലിവിടെ ഇല്ല, പകൽ ഓപ്പൺ അല്ല. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 11:30 വരെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തന സമയം. കാരണം ഈ ഒരു ലൈറ്റും ആ മിസ്റ്റും അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത് ഈ വൈകുന്നേരം ആകുമ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും അതുപോലെ പാലപ്പവും ഫിഷ് നിർവാണ അതുപോലെ പാൽപ്പത്തിരി ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഫുഡൊക്കെ നല്ലതായിരുന്നു. പിന്നെ ചായ കോഫിയൊക്കെ നല്ല ടേസ്റ്റാണ് ഇവിടെ. എന്തായാലും മലപ്പുറം കോഴിക്കോട് റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പം എല്ലാവരും സന്ദർശിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.